ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ സ്റ്റോറി മലയാളത്തിൽ അർത്ഥമറിഞ്ഞ് പഠിക്കുന്നു. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ പാർട്ട് 1-ൽ 3 യൂണിറ്റുകളാണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് റെയിൻ ഓഫ് ലവ്. റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റിൽ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന 2 സ്റ്റോറീസും ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എന്നൊരു പോയവും നമുക്ക് പഠിക്കാനുണ്ട്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രം ഒന്ന് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്കിതിൽ കാണാൻ കഴിയുന്നത്? 2 ചിൽഡ്രൻസ്, ഫാദർ, മദർ, grandfather, grandmother, and a beautiful house, trees and plants, paddy fields and mountains, hens and chicks. This is a beautiful village. നിങ്ങളുടെ വീടും ഇതുപോലെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണോ? Write a description about your village or town. നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചോ ടൗണിനെക്കുറിച്ചോ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി നോക്കൂ. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേജ് നമ്പർ 9-ൽ ഒരു എൻട്രി ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഒരു ഫാമിലി ട്രീ. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഹൂ ആർ ദേ? ആരൊക്കെയാണവർ? ഹിയർ ഈസ് എ ഫാമിലി ട്രീ. ഇവിടെ ഒരു ഫാമിലി ട്രീ തന്നിട്ടുണ്ട്. Call it details of your parents, grandparents, great grandparents, etc. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരുകൾ കണ്ടെത്തി ഫാമിലി ട്രീ കംപ്ലീറ്റ് ചെയ്യൂ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. മുത്തച്ഛനോടൊപ്പമുള്ള ജീവിതം. ദിസ് ഈസ് രാജാസ് ഫാമിലി. ഇതാണ് രാജയുടെ കുടുംബം. ക്യാൻ യു ഗസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ? ആരൊക്കെയാണ് രാജയുടെ കുടുംബത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി? ആരെയാണ് രാജയ്ക്ക് അവൻ്റെ കുടുംബത്തിൽ കൂടുതൽ ഇഷ്ടം? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് കഥ വായിച്ച് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താം. മൈ ഹോം. എൻ്റെ വീട്. എവരിബഡി കാൾഡ് മീ രാജ. എല്ലാവരും എന്നെ രാജ എന്നാണ് വിളിച്ചിരുന്നത്. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം. അത് എൻ്റെ യഥാർത്ഥത്തിലുള്ള പേരല്ല. ബട്ട് ഐ ലൈക്ക്ഡ് ബീയിങ് കോൾഡ് രാജ. എങ്കിലും രാജ എന്ന് വിളിക്കപ്പെടുന്നത് എനിക്കിഷ്ടമായിരുന്നു. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടുമൊപ്പമാണ് താമസിച്ചിരുന്നത്. ദേ വർ മൈ ഗാർഡിയൻസ്. അവരായിരുന്നു എൻ്റെ രക്ഷിതാക്കൾ. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഹൂ ബ്രോട്ട് മീ അപ്പ്. എൻ്റെ അച്ഛൻ എന്നെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ഉപേക്ഷിച്ചുപോയി. അവരാണ് എന്നെ വളർത്തിയത്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു വലിയ വീട്ടിലായിരുന്നു. ബട്ട് വി വർ എ സ്മോൾ ഫാമിലി. പക്ഷേ ഞങ്ങളുടേത് ഒരു ചെറിയ കുടുംബമായിരുന്നു. ദർ വർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ. മുത്തച്ഛനും മുത്തശ്ശിയും അമ്മാവനും പിന്നെ ഞാനും. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. ഞങ്ങൾക്ക് അനേകം ബന്ധുക്കളുണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം അവരുടെ സ്വന്തം വീടുകളിലാണ് താമസിച്ചിരുന്നത്. ഗ്രാൻഡ് ഫാദർ വാസ് എ ടാൾ സ്ട്രോങ് മാൻ. നല്ല ഉയരവും ആരോഗ്യവുമുള്ള ആളായിരുന്നു മുത്തച്ഛൻ. He always spoke in a loud voice. അദ്ദേഹം എപ്പോഴും ഉറക്കെയാണ് സംസാരിച്ചിരുന്നത്. He knew everyone in the village.
ഗ്രാമത്തിലുള്ള എല്ലാവരെയും മുത്തച്ഛന് അറിയാമായിരുന്നു. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അവർ ഉപദേശത്തിനും സഹായത്തിനുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെന്റിൽ. മുത്തശ്ശി ദയയും സൗമ്യ സ്വഭാവവും ഉള്ളവളായിരുന്നു. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. അവർ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ, സെയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക്, ഓർ ഈറ്റ് യുവർ ഫുഡ്, ഓർ ഹാവ് യുവർ ബാത്ത്, ഓർ ഗോ ടു ബെഡ്. ഈ പാല് കുടിക്ക്, ആഹാരം കഴിക്ക്, കുളിക്ക്, പോയി കിടന്നുറങ്ങ് എന്നിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവർ എപ്പോഴും നിഴല് പോലെ എന്നെ പിന്തുടരുമായിരുന്നു. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഞാനിത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. എങ്കിലും ഞാൻ മുത്തശ്ശിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. എൻ്റെ അമ്മാവൻ ചെറുപ്പക്കാരനും വളരെ സമർത്ഥനുമായിരുന്നു. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. അദ്ദേഹം മുത്തച്ഛനെ കൃഷിസ്ഥലങ്ങളിലും ഉദ്യാനങ്ങളും നോക്കി നടത്താൻ സഹായിച്ചിരുന്നു. പീപ്പിൾ ലൈക്ക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ക്ഡ് ഹിം വെരി മച്ച്. ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനും അദ്ദേഹത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. Whenever I was in trouble, uncle could come to my help. ഞാൻ എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ അമ്മാവൻ എന്നെ സഹായിക്കാൻ എത്തുമായിരുന്നു. At home, I did not have any friend to play with. വീട്ടിൽ എനിക്ക് കളിക്കാൻ കൂട്ടുകാരാരും ഉണ്ടായിരുന്നില്ല. Grandfather did not like my going out to play with other children. മറ്റു കുട്ടികളോടൊത്ത് കളിക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോകുന്നത് മുത്തച്ഛന് ഇഷ്ടമായിരുന്നില്ല. He believed that I would be spoiled if I did so. അങ്ങനെ ചെയ്താൽ ഞാൻ ചീത്തയായി പോകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. Other children did not like to come to our house because they were afraid of grandfather. മുത്തച്ഛനെ ഭയമായിരുന്നതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. Yet life with grandfather was not dull. എന്നിരുന്നാലും മുത്തച്ഛനോടൊപ്പമുള്ള ജീവിതം വിരസമായിരുന്നില്ല. I liked my home and the very large garden all around it. എൻ്റെ വീടും അതിനു ചുറ്റുമുള്ള വളരെ വിശാലമായ പൂന്തോട്ടവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. There were many trees in the garden, coconut trees, mango trees and other kinds of trees. ഉദ്യാനത്തിൽ തെങ്ങ്, മാവ് തുടങ്ങി അതുപോലുള്ള മറ്റനേകം വൃക്ഷങ്ങളുണ്ടായിരുന്നു അവിടെ. There were birds, butterflies and honey bees. പക്ഷികൾ, പൂമ്പാറ്റകൾ, തേനീച്ചകൾ എന്നിവ അവിടെ ഉണ്ടായിരുന്നു. There were many tanks with plenty of fish in them. മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അനേകം കുളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. Kingfishers, storks and other water birds came to the tanks to catch the fish. പൊന്മാനുകളും കൊക്കുകളും മറ്റ് ജലപക്ഷികളും കുളത്തിൽ നിന്നും മീൻ പിടിക്കാൻ വരുമായിരുന്നു. In a corner of the compound was a grove where trees, shrubs and creepers grew wild. ആ പറമ്പിൻ്റെ ഒരു മൂലയിൽ ഒരു ചെറു വനമുണ്ടായിരുന്നു. അവിടെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ എന്നിവ ഒരുപാട് നിറഞ്ഞു വളരുന്നുണ്ടായിരുന്നു. ജാക്കൽസ്, മംഗൂസസ്
Wild cats and owls lived in the grove. കുറുനരികളും കീരികളും കാട്ടുപൂച്ചകളും മൂങ്ങകളും ആ ചെറുവനത്തിൽ ജീവിച്ചിരുന്നു. We had many cows, bulls and bullocks. ഞങ്ങൾക്ക് ധാരാളം പശുക്കളും കാളകളും ഉണ്ടായിരുന്നു. Little calves played and ran about in our garden. കന്നുകാലിക്കുട്ടികൾ ഞങ്ങളുടെ ഉദ്യാനത്തിൽ ഓടുകയും കളിക്കുകയും ചെയ്തിരുന്നു. I liked to play with my calves and I liked to watch the birds in the garden. കന്നുകുട്ടികളോടൊത്ത് കളിക്കുന്നതും പൂന്തോട്ടത്തിലെ പക്ഷികളെ നിരീക്ഷിക്കുന്നതും എനിക്കിഷ്ടമായിരുന്നു. I looked for jackals coming out of the grove. ചെറുവനത്തിൽ നിന്ന് കുറുനരികൾ പുറത്തേക്ക് വരുന്നത് ഞാൻ നോക്കുമായിരുന്നു. I ran after mongooses and I caught butterflies and reptiles. ഞാൻ കീരികളുടെ പിന്നാലെ ഓടുകയും പൂമ്പാറ്റകളെയും ഇഴജന്തുക്കളെയും പിടികൂടുകയും ചെയ്യുമായിരുന്നു. കൂട്ടുകാരെ, കഥയുടെ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇനി ഈ കഥയുടെ ബാക്കി ഭാഗങ്ങളും പാഠപുസ്തകത്തിലെ മറ്റു പ്രവർത്തനങ്ങളും അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. താങ്ക്